ടീച്ചറിന്റെ ജീവിതം ഒരു കേക്ക് കട്ടിന് മുമ്പും ശേഷവും ഹൊറർ ഞാൻ ജീവിതത്തിൽ എൻജോയ് ചെയ്തിട്ടില്ല. പേടി എന്ന് പറയും. വേറെ എന്തെങ്കിലും ഫീൽഡ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണമെന്നുണ്ടോ? അത്ര ബോറടിച്ചോ? അങ്ങനെയല്ല, ശരിക്കും നമ്മുടെ ഈ പ്രൊമോഷൻ അല്ലു അർജുനെ കൂടെ വിളിക്കണം കേട്ടോ. ഒരു കസേര അല്ലു അർജുനും ഒരുപാട് പേരുണ്ടല്ലോ. യങ് ആക്ടർ എന്ന് പറിച്ചിട്ടേ ഉള്ളൂ. ഞാന് ചേട്ടൻ. ഇപ്പൊ നമ്മൾ റീഇൻട്രൊഡ്യൂസിങ് ഫാഫയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ ബേസിൽ, അതേപോലെ ആസിഫ് അലിനെ ഒരു ലൈക്ക് അങ്ങനെ ഒരു മാസ് ഹീറോ പരിവേഷത്തിൽ എൻ്റെ ഒരു KGF എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സിനിമയാണ്. എൻ്റെ ജീവിതത്തിൽ മമ്മൂക്കയും മോഹൻലാൽ സാറും ഒക്കെ സഹായിച്ചിട്ടേ ഉള്ളൂ. സോ നമ്മളെ ഉപദ്രവിക്കുന്നത് ഒന്നും അവർ ചെയ്തിട്ടില്ല. ചാവേറിന് ശേഷമാണ് തലവൻ ആയിട്ട് വരുന്നത്. ചില പ്രേക്ഷകർക്ക് അത് വർക്ക്ഔട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ അന്യഭാഷയിൽ നിന്ന് ഇതുപോലെ ഓഫേഴ്സ് വന്ന സമയത്ത് അതിനേക്കാൾ നല്ല സിനിമകൾ ഞാൻ മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് ചിലപ്പോൾ ഞാൻ മാറും, അല്ലെങ്കിൽ എന്നെ മാറ്റും. അങ്ങനെ പല പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. സിനിമ നന്നായിട്ട് കൂടുതൽ അടുത്തറിയണം എന്നുണ്ട്. ഇത് തന്നെയാണോ ഉത്തരം? വേറെ എന്തെങ്കിലും? അല്ല, എനിക്ക് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. എനിക്ക് ഒരുപാട് അറിയാലോ. 30 വർഷം അതിനൊപ്പം ഞങ്ങളുടെ സിനിമയും കൂടെ പരിഗണിക്കണം. താങ്ക് യു. തലവൻ ടീമാണ് ഇന്ന് മീഡിയ വണ്ണൊപ്പം. സംവിധായകൻ ജിസ് ജോയ്, ആസിഫ് അലി, ബിജു മേനോൻ, അരുൺ നാരായണൻ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഒരു സിനിമയുടെ ഭാഗഭാക്കായിട്ടുള്ള പ്രധാന താരങ്ങളും സംവിധായകനും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ഒരുമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു ടീം, എസ്പെഷ്യലി ജിസ് ജോയ്, ആസിഫ് അലി കൂട്ടുകെട്ടൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കൂട്ടുകെട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സിനിമയിലേക്കുള്ള തുടക്കം നിങ്ങൾ തമ്മിലുള്ള ലൈക്ക് സിനിമയ്ക്ക് പുറത്തുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെയാണോ? കാരണം നിങ്ങൾ തമ്മിലൊരു ബോണ്ട് ഭയങ്കരമായിട്ട് ഉണ്ടെന്ന് നമുക്ക് ഔട്ട്സൈഡ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ, കാരണം നിങ്ങൾ പരസ്പരം ഡയറക്റ്റ് ചെയ്യാത്ത പടങ്ങളും ആസിഫ് അലി അഭിനയിക്കുന്ന ജിസ് ജോയ് അഭിനന്ദിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ ചെയ്യാറുണ്ട്, പരസ്പരം അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ളൊരു ആ ഒരു ബോണ്ട് തന്നെയാണ് ഈ സിനിമയുടെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്? എപ്പോഴും അല്ല, മിക്ക സിനിമകളും നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യം പറയാനുള്ള ഒരു വേദി കിട്ടുന്നത് എപ്പോഴും ആസിഫിൻ്റെ അടുത്താണ് കൂടുതൽ. എപ്പോഴും കാണുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം ബിജുവേട്ടൻ്റെ കൂടെ പടം ചെയ്യണമെന്ന് ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനത്തെ ഈ ഒരു പുതിയ കൂട്ടുകെട്ടും കൂടെ ഉണ്ടാവണം എന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് ബിജുവേട്ടൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അതെനിക്ക് അന്ന് ഭയങ്കര കോൺഫിഡൻസ് തന്ന, ഇന്ന് വളരെ പ്രൈഡ് തരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പല പല ഓണറുകൾ നോക്കുന്ന സമയത്ത് റൊമാൻറ്റിക് സിനിമയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷൻ, പോലീസ് എന്നുള്ളൊരു പ്രൊഫഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും എല്ലാ ലാംഗ്വേജിലും ഏറ്റവും കൂടുതൽ സിനിമകൾ വന്നിട്ടുണ്ടാകുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. അതുപോലെ അത്രയും സിനിമകൾ വന്നിട്ടുള്ള മറ്റൊരു പ്രൊഫഷൻ ചിലപ്പോൾ കാണില്ല. അപ്പോൾ നിങ്ങൾ പലതവണ പോലീസുകാരൊക്കെ ആയിട്ട് പല ടൈപ്പുള്ള പോലീസുകാരെ അവതരിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് ഈ പോലീസ് സിനിമകൾ കാണാൻ പ്രേക്ഷകർ ബാക്ക് ടു ബാക്ക് വരുന്നതും, എന്തുകൊണ്ടാണ് ഇത്രയധികം പോലീസ് സിനിമകൾക്ക് സ്പേസ് ഉണ്ടാവുന്നതും എന്ന് നിങ്ങൾ പരസ്പരം ആലോചിച്ചിട്ടുണ്ട്? ഇപ്പൊ നമ്മൾ വായിക്കാറുണ്ടോ? അതെ, അല്ല ഇപ്പൊ നമ്മൾ കാണാറുണ്ടോ? ന്യൂസ് വെച്ചാൽ തന്നെ എത്ര ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രൈംസ് കാണാൻ പറ്റും. അപ്പൊ അത് തന്നെയാണ് ജോഷി സാറിന്റെ വീട്ടില് കയറിയ കള്ളനെ കുറിച്ചുള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നില്ലേ? റോബിൻ ഹുഡ് ചെയ്ത ജോഷി സാറിന്റെ 3 ദിവസം പത്രങ്ങളുടെ ഫ്രണ്ട് പേജ് അതായിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ ഒരുപാട് മോഷണ കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ കഥ ഫ്രണ്ട് പേജിൽ വന്നു വീണ്ടും? അത് അതിനൊരു യുണീക്നെസ് ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ ഓരോ കഥയ്ക്കും ഇത്തരത്തിലൊരു യുണീക്നെസ് ഉണ്ട്. ആ വിഭാഗങ്ങളിൽ പോലീസ് പുറകെ സഞ്ചരിച്ച വഴി, അതായത് 24 hours അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു, മോഷ്ടിച്ച ആളെ. അപ്പം അതിന് പോലീസ് തിരഞ്ഞെടുത്തൊരു വഴി ഫ്രണ്ട് പേജിൽ വാർത്തയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് ചാനലിലെല്ലാം ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അതൊരു പുതിയ ഇത് വന്നതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടല്ലല്ലോ മോഷണ കഥ കേൾക്കുന്നത് എന്ന് പറയുന്ന പോലെ. ഇപ്പൊ കുട്ടി മിസ്സായപ്പോഴും നമ്മൾ പെട്ടെന്ന് എന്നും ആലോചിക്കുക, കേരളം മുഴുവൻ ഭയങ്കരമായിട്ട് വേദനിച്ച ഒരു സംഭവമല്ല കുട്ടി മിസ്സായി ആ കൊല്ലത്ത്. അത് കിട്ടിയെന്ന് അറിയുമ്പോൾ നമ്മുടെ സന്തോഷവും. അപ്പോൾ ഓരോ ദിവസം പുതിയ തരം ഇതുണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും എന്തുമാത്രം പോലീസ് സ്റ്റോറീസാണ്. ആൾക്കാർക്ക് അത് കാണാനൊരു കൗതുകമുണ്ട് സിനിമയായിട്ട്. എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ് എന്നുള്ളത്. അതാണ് നമ്മളുടെ ഈ 2.5 മണിക്കൂർ പിടിച്ചു നിർത്താനുള്ള നമ്മുടെ എല്ലാ കണ്ടന്റും അത് തന്നെയാണ്. അത് കാണാൻ ആൾക്കാർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം. ഇപ്പോൾ തൊട്ട് മുമ്പ് തുണ്ടിലൊരു പോലീസിന്റെ വേഷം വന്നു, പക്ഷെ അതിനൊരു വ്യത്യാസം. അതിന് മുൻപും ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പോലീസ് വേഷത്തിൽ നിന്ന് തലവനിലേക്ക് എത്തുന്ന സമയത്ത്
എന്തായിരിക്കും ഒരു പുതിയത് കൊണ്ടുവരാൻ ബിജുമേനോൻ ഭയങ്കര കോൺഷ്യസ്ലി ട്രൈ ചെയ്തിട്ടുണ്ടോ? ഈ ഒരു പോലീസ് വേഷത്തിൽ ഒരു പുതിയ കാര്യം പ്രസന്റ് ചെയ്യണം അങ്ങനെ? എനിക്ക് പുതിയതായിട്ട് പ്രസന്റ് ചെയ്യാൻ അല്ല ഉള്ളത്, അതിൽ പുതിയൊരു പുതുമയുള്ളൊരു കഥ ഞാൻ പോലീസ് ക്യാരക്ടേഴ്സിൽ ചെയ്തിട്ടുള്ളതിൽ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ബേസ്ഡ് ആണ്. വളരെ ത്രില്ലിംഗ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഡിപ്പാർട്ട്മെന്റിലുള്ള 2 പേര് ഇൻവോൾവ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ ചെയ്യാത്തൊരു കഥയാണ്. അത് തന്നെയാണ് നമ്മളെ ഫസ്റ്റ് അട്രാക്റ്റ് ചെയ്യിക്കുന്നത്. പിന്നെ നേരത്തെ നിങ്ങൾ പലരും പറഞ്ഞ പോലെ ഒരു അവസാനം ഒരു ത്രില്ല് മാത്രമായിട്ട് അതിലേക്ക് കൊണ്ടുപോകാതെ ഒരു സീൻ ടു സീന് നമുക്ക് ആകാംക്ഷ ഉണ്ടാകുന്നുണ്ട്. അടുത്ത് എന്തെന്ന് അറിയാനുള്ള അത് നമുക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തോന്നിയിരുന്നു. ഷൂട്ട് കഴിഞ്ഞപ്പോഴും ഓൾമോസ്റ്റ് ഓർഡറിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്തും നമുക്ക് അതിൻ്റെ ഒരു ത്രില്ല് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് തന്നെ പ്രഷർ കിട്ടട്ടെ എന്നുള്ളതാണ്. ഇതിന്റെ ട്രെയിലർ കാണുന്ന സമയത്ത് ഈഗോ ക്ലാഷ് ആണോ, ലൈക്ക് ഒരു സുപ്പീരിയർ ഓഫീസർ വളരെ വൈബ്രൻ്റ് ആയിട്ട് മേ ബി കുറച്ചുകൂടെ നന്മയൊക്കെ ചെയ്യണം, സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് പാറ്റേൺ ഒന്നും അറിയാതെ നാട്ടുകാരൊക്കെ സഹായിക്കണം എന്നൊക്കെയുള്ളൊരു വളരെ പ്രിൻസിപ്പിളൊക്കെ ആയിട്ട് വരുന്ന ഒരു യങ് പോലീസ് ഓഫീസർ, ഇവർ തമ്മിലൊരു ക്ലാഷ് ആണോ ത്രൂ ഔട്ട് സ്റ്റോറി എന്നുള്ളൊരു തോട്ട് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഒരു സസ്പെൻസ് ഒരു ക്രൈം ത്രില്ലർ ആണ് റോണർ എന്നും പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ട്രെയിലർ ചൂസ് ചെയ്തത്? ലൈക്ക് കുറച്ചുകൂടെ നിങ്ങളത് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നതേ ആളുകള് പ്രതീക്ഷിച്ചു വരുമല്ലോ. അപ്പൊ ഒരു ഈഗോ ക്ലാഷ് പ്രതീക്ഷിച്ച് വരണം തന്നെയാണോ ലൈക്ക് ആക്ടേഴ്സിനും ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ഒക്കെ ഒരു ആഗ്രഹം? അതോ ട്രെയിലർ ഇൻട്രസ്റ്റിംഗ് ആവുക എന്നുള്ളതാണ്. നമുക്ക് ഒരു ട്രെയിലർ കാണുമ്പോൾ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പ്രേക്ഷകൻ വരാൻ തോന്നണം അല്ലേ? നമ്മൾ വിഷയം എന്ത് എന്നുള്ളത് നമുക്ക് ഇരുന്ന് ജഡ്ജ് ചെയ്ത് അത് മനസ്സിലാക്കുന്നതിന് പകരം തിയേറ്ററിൽ വന്ന് സിനിമ കാണാൻ പ്രേക്ഷകന് തോന്നണം. ആ പോയിന്റാണ് നമ്മൾ എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ഒരു ട്രെയിലർ വരുന്നത് എന്തിനാണ്? ട്രെയിലർ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടല്ലോ, ട്രെയിലർ നോക്കി ട്രെയിലർ കണ്ടിട്ട് കഥ വരഞ്ഞ് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പല രീതിയിൽ കഥ പറയുന്നവരുണ്ട്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് സിനിമയുടെ കഥ മനസ്സിലാവുന്ന രീതിയിൽ ട്രെയിലർ കട്ട് ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഇതൊരു എന്താ പറയുക, ഒരു പരസ്യമാണല്ലോ സിനിമയുടെ ട്രെയിലർ എന്ന് പറയുന്നത്, കാണാൻ തോന്നിക്കുക എന്നുള്ളതാണ്. അപ്പം ആസിഫും ട്രെയിലർ കണ്ട സമയത്ത് നിങ്ങൾ സിനിമ മുഴുവൻ കണ്ട സിനിമയിൽ അത്രയും കൂടെ സഞ്ചരിച്ചാണല്ലോ, അപ്പോൾ ട്രെയിലർ കണ്ട സമയത്ത് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തായിരുന്നോ? ലൈക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇതിൻ്റെ ഒരു ട്രെയിലർ ഇതിലൂടെ നമ്മൾ കൺവേ ചെയ്യുന്ന ഒരു ഈ ഒരു ഈഗോ ക്ലാഷ് ആയിരിക്കും കൺവേ ചെയ്യുക, അത്തരം കാര്യങ്ങൾ? അല്ല, ട്രെയിലർ എനിക്ക് ഫുൾ കട്ട് ട്രെയിലർ കട്ട് എഡിറ്റ് കഴിഞ്ഞ് ഫുൾ മ്യൂസിക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും ട്രെയിലർ കണ്ടത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. എന്നാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ സിനിമ കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഒരു പ്രൊഡക്റ്റിന്റെ അഡ്വർടൈസിങ് പോലെയാണ് ട്രെയിലർ വരുന്നത്. അപ്പൊ അതിനോട് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രെയിലർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പം ആസിഫ് അലി ജിസ് ജോയ് കൂട്ടുകെട്ടെന്ന് പറയുന്നത്, ഇപ്പം ജിസ് ജോയ് സിനിമകളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വിക്കിപീഡിയയിലൊക്കെ ഒരു കാറ്റഗറി തന്നെയുണ്ട്, റിക്കറിങ് കൊളാബറേഷൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് സിദ്ദിഖും ആസിഫ് അലിയാണ് എല്ലാ സിനിമകളിലും വന്നിട്ടുള്ളത്. ശരിക്കും ആസിഫ് അലി ജിസ് ജോയ് കൂട്ടുകെട്ടിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എങ്ങനെയാണ്? നിങ്ങൾ ആ ഫസ്റ്റ് മൂവിക്ക് വേണ്ടിയിട്ട് പരസ്പരം കണ്ടവരാണോ? അതെ, അങ്ങനെയാണ് ഞങ്ങൾ അടുക്കുന്നത്. അല്ലാതെ കണ്ടിട്ടുണ്ട് ആസിഫിന്റെ പറയും, ഇത് കണ്ടപ്പോൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്, അല്ല മനസ്സിലായി. അങ്ങനെ ഇപ്പൊ അടുക്കുന്നത് സംസാരിക്കാൻ തുടങ്ങുന്നതൊക്കെ ഈ പറഞ്ഞ ബൈസിക്കിൾ ദിവസന്റെ കഥ പറയുന്ന മൊമെന്റ് മുതലാണ്. അന്ന് മുതൽ ആ ഒരു അടുപ്പമുണ്ട്. പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ, ഇപ്പോൾ ആസിഫ് നമ്മളെ വിശ്വസിച്ച് ഒരു ഡേറ്റ് തന്നു, നമ്മളത് മിസ്യൂസ് ചെയ്യാതിരിക്കുക, എന്നാലല്ലേ വീണ്ടും എനിക്ക് തോന്നുന്നു അത്തരത്തിൽ നമ്മൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് സംഭവിച്ച അത്തരം പടങ്ങളുടെ വിജയമായിരിക്കും ഞങ്ങളെ കുറെ കൂടെ അടുപ്പിച്ചത്. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിനിമ വേണ്ട, അല്ല ഒരു സുഹൃത്തായി തുടരാനായിട്ട് സിനിമ അങ്ങനെ ആണെങ്കിൽ പിന്നെ സുഹൃത്ത് ബന്ധത്തിന് യാതൊരു അടിസ്ഥാനത്തിൽ ഉണ്ടായി പോകും അല്ലേ? ഇപ്പൊ 30 വർഷം സിനിമയിൽ എത്തിയിട്ട് അതിന്റെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രേക്ഷകരും ഒപ്പമുള്ള സിനിമയിലുള്ളവരൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കും. ടീച്ചറിന്റെ ജീവിതം ഒരു കേക്ക് കട്ടിന് മുമ്പും ശേഷവും അല്ല, ഇതിങ്ങനെ വന്നപ്പോഴാണ് നമ്മളും കാര്യമായിട്ട് ഓക്കെ 30 വർഷമൊക്കെ ഉണ്ടല്ലോ, ഞാൻ ആലോചിച്ചിട്ടില്ലല്ലേ. അപ്പം ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഏറ്റവും അടുത്തിട്ടുള്ളതിൽ ആർക്കറിയാമലെ വേഷവും അയ്യപ്പൻ കോശിയിലെ 2 വേഷങ്ങൾ. അപ്പോൾ അത് ഒരുപാട് പുരസ്കാരം കിട്ടുകയും അല്ലാതെ തന്നെ ഒരുപാട് റെക്കഗ്നീഷൻ കിട്ടുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു 30 വർഷത്തിൻ്റെ കരിയറിൻ്റെ ഇടയിൽ റീവിസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തിരിച്ചു പോയിട്ട് നമ്മളതിനെ ഇപ്പോൾ സംടൈംസ് നമ്മൾ ഒരു ലോ ആയിട്ട് ഫീൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സന്തോഷം തോന്നുമ്പോഴൊക്കെ തിരിച്ചു പോയിട്ട് കാണുന്ന കഥാപാത്രങ്ങളുണ്ടോ ചെയ്തതിൽ? വിക്ടറോ അങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെ ഭയങ്കര രസത്തിനോ അങ്ങനെയല്ല ഞങ്ങൾ കണ്ടാലും വെരി ഓപ്പൺലി കണ്ടാലും നമുക്ക് ഇപ്പോ വലിയ ബോറായിട്ട് തോന്നാത്ത എനിക്ക് പറഞ്ഞാൽ വെള്ളിമൂങ്ങിയൊക്കെയാണ്. അത് ഹ്യൂമർ ബേസ്ഡ് ആയതുകൊണ്ട് അത് ഏത് കാലഘട്ടത്തിലും നിന്നു പോകുന്നൊരു സിനിമ ആയതുകൊണ്ട്
അല്ലാത്ത നമ്മുടെ സിനിമകൾ നമുക്ക് ഒരു 3 മാസം കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ഒരുപാട് കുഴപ്പങ്ങൾ തോന്നും, നമ്മുടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തോന്നും. നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ബിജുമേനോൻ മൂവീസ് അല്ലെങ്കിൽ ബിജുമേനോൻ പെർഫോമൻസസ് ഒക്കെ ഉണ്ടോ? ഇപ്പൊ 30 വർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പറയാലോ. ഈ 30 കെട്ടിയാലോ ഫേവറേറ്റ് അങ്ങനെ എനിക്ക് ബിജുന്റെ ഹ്യൂമർ ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അത് വളരെ സീരിയസ് ആയി തുടങ്ങിയ ഒരാള് ഹ്യൂമറിലേക്ക് വന്നിട്ടേ ആ രംഗത്തും എല്ലാവരും ഈ കുട്ടികൾ പോലും ബിജുവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അങ്ങനെ ഒരു ചിരി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ബിജുവിനെ വന്നു എന്നുള്ളത് ഭയങ്കര ഒരു അഭിമാനിക്കാവുന്ന കാര്യമാണ്. കാരണം ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ലല്ലോ. പിന്നെ നല്ല ആക്ടേഴ്സിന് മാത്രം സാധ്യമാവുന്ന രസമാണല്ലോ ഹാസ്യം എന്ന് പറയുന്നത്. ഹാസ്യം ചെയ്യുന്ന ഒരാൾക്ക് അത് എത്രയും തന്നെ ടഫായിട്ട് ഇപ്പോൾ ബാക്കോട്ട് തിരിഞ്ഞ് നോക്കിയാൽ ബിജുവിൻ്റെ ഫേസ് നോക്കി ഞാൻ തന്നെ കുറേ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പോസ്റ്ററിലെ ഫേസ്. അപ്പോൾ ഈ പറഞ്ഞ വെള്ളിമൂങ്ങയിലെ ആ ആളാണ് ഈ ഇങ്ങനെ എന്നുള്ളത്. അത് എന്തൊരു കോൺട്രാസ്റ്റാണ്. ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ചിട്ട് ഇപ്പം മുൻപൊരു ഇൻ്റർവ്യൂവിനകത്ത് ക്യാമിയോ വേഷങ്ങളെ പറ്റിയിട്ട് ആസിഫലിയോട് ചോദിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളിമുങ്ങയിലേക്ക് ബിജേട്ടൻ വിളിച്ചു അപ്പോൾ തന്നെ ചെന്നു, അങ്ങനെയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ അൻ്റാകരിക്കും വെള്ളത്തിൽ അച്ഛനും മകനായിട്ടൊക്കെ അഭിനയിക്കുന്നു, പിന്നീട് സിനിമകൾ വരുന്നു. ഇപ്പോൾ ഇതിനകത്തൊരു എന്താ പറയുക ഇച്ചിരി ഒരു റൈവൽറി വർക്കൗട്ട് ചെയ്യുന്ന വേഷമാണെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഉള്ളൊരു ലൈക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരാൾ വിളിച്ചാൽ ഉടനെ തന്നെ ഒന്നും അറിയാതെ ക്യാമിയോ വേഷത്തിലേക്ക് പോകാന്നൊക്കെ ഉള്ളത് അതൊക്കെ എങ്ങനെയാണ് ബിൽഡ് ചെയ്ത് വന്നത്? ഞാൻ സൗഹൃദങ്ങളിൽ നിന്നുണ്ടാകുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മൾ സിനിമയിൽ ഉണ്ടാകുന്നപ്പോൾ ഞാൻ ചിലപ്പോൾ അത് നോക്കില്ല. ഇപ്പോൾ വെള്ളിമുങ്ങയ്ക്ക് ഞാൻ ഒരിക്കലും റിക്വസ്റ്റ് ചെയ്തത്, എനിക്ക് ആസി ഇങ്ങോട്ട് ഓഫർ ചെയ്താണ് ആസി ചെയ്യാമെന്നുള്ളത്. ആക്ച്വലി നമ്മളൊരാളെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരാളോട് ചോദിക്കാൻ മടിയും കാര്യങ്ങളും എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ആസി ഇങ്ങോട്ട് ഓഫർ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് സിനിമയിലുണ്ടാകുന്നൊരു സൗഹൃദമാണ്. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ ഈ തലവനിലാണെങ്കിലും ഞങ്ങളല്ലാത്തപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പും എല്ലാ കാര്യങ്ങളും. പക്ഷേ സീനിന് വരുന്നതിന് തൊട്ട് മുമ്പ് വരെയും ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ സീൻ എന്ന് പറഞ്ഞാൽ ഇതിലെ ആ സമയത്ത് തരുന്നൊരു സീനാണല്ലോ. ആ സമയത്ത് വന്നിട്ട് ജിസു പറയുന്നതനുസരിച്ച് അത് ഭയങ്കര പാടുപെട്ട സംഭവങ്ങളാണത്. ഒന്നുമില്ല, അതുവരെയൊക്കെ തമാശ പറഞ്ഞിരിക്കുകയായിരിക്കുമല്ലോ. ഇപ്പൊ തമ്മിൽ അടികൂടുന്ന സീനാണെങ്കിൽ പോലും ആ മൊമെന്റിൽ പോയിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യണം. അപ്പം ആസിഫ് അലി തലവനിലേക്ക് എത്തുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രതീക്ഷ എന്തായിരിക്കും? ഇപ്പം നമ്മുടെ സിനിമയിലുള്ള ഏത് ടൈപ്പ് കണ്ടന്റ് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന പ്രേക്ഷകരെ സ്വീകരിച്ചിരിക്കുന്ന പ്രേക്ഷകരാണ് എന്നുള്ളൊരു ഫാക്ടർ നിൽക്കുന്നുണ്ട്. അപ്പോൾ തലവനെ സംബന്ധിച്ച് ആസിഫ് അലിയുടെ ഒരു പ്രതീക്ഷ എന്തായിരിക്കും തിയേറ്റർ റണ്ണൊക്കെ സംബന്ധിച്ചിട്ട്? ഈ സ്ക്രിപ്റ്റിന്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ് എനിക്ക് ഈ ത്രില്ലർ സിനിമകൾ നമ്മൾ കാണുമ്പോൾ ഒന്ന് നമ്മൾ എൻഗേജിങ് ആയിരിക്കണം, പിന്നെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഓഡിയൻസ് അത് കാണാൻ പാടില്ല. അത് അവര് പ്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. അപ്പൊ ഇത് രണ്ടും ഈ സിനിമ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അത് തന്നെയാണ് എന്റെ പ്രതീക്ഷയും. ഇപ്പോൾ ജിസ് ജോയ് എന്നുള്ളത് ഒരു ബ്രാൻഡായിട്ട് സിനിമകളിൽ മാറിയിട്ട് ഇപ്പോൾ നമ്മൾ ഏത് സിനിമ ഹിറ്റായത് ഇറങ്ങിക്കഴിഞ്ഞാലും ഒരു LJP ഈ സിനിമ എടുത്താൽ, ജിസ് ജോയ് ഒരു സിനിമ എടുത്താൽ, സത്യനന്ദിക്കാട് എടുത്താൽ എന്ന് പറഞ്ഞിട്ട് ചില സംവിധായകരാണ് അങ്ങനെ ലൈക്ക് ഒരു ബ്രാൻഡ് ഉണ്ടാവുക. അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് ആസ്പെക്ട്സ് ഒക്കെ ഉണ്ടാവും. ഇന്നലെ വരെയിലൂടെ ആ പറഞ്ഞ ഒരു നന്മയുള്ള മനുഷ്യരുടെ ലോകത്തേക്ക് കുറച്ച് ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ട്രോളുകൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജിസ് ജോയ് ഇത്തരം സിനിമകളായിരിക്കും എടുക്കുക, ഇതിനകത്ത് എങ്ങനെ പോയാലും അപ്പുറത്തുള്ളവരുടെ മനസ്സ് കാണാൻ കൂടി കഴിഞ്ഞാൽ എന്നുള്ള വേഷങ്ങൾ ഉണ്ടാവും. എനിക്ക് വളരെ സന്തോഷമുണ്ട് ട്രോൾസ് കാണുമ്പോൾ. കാരണം ഇപ്പം ഞാൻ വന്നിട്ട് 11ാമത്തെ വർഷമാണ് സിനിമ സംവിധാനം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ സംവിധാനം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ വളരെ അപൂർവം ഇൻ്റർവ്യൂസൊക്കെയാണ് നമ്മളെ തേടി വന്നിട്ടുള്ളൂ, കൊടുത്തിട്ടുള്ളൂ എന്നതല്ല, നമ്മളെ വിളിച്ചിട്ടുള്ളൂ. ആ സമയത്ത് എന്താണ് നിങ്ങളുടെ സ്വപ്നം എന്ന് ചോദിക്കുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്, എനിക്ക് എൻ്റെ സിഗ്നേച്ചർ ഉണ്ടാവണം സിനിമയിൽ. ഇപ്പോൾ ഫാസിൽ സാറും ഞാൻ അന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു, ഫാസിൽ സാറും സത്യനന്ദിക്കാട് സാറും പ്രിയദർശൻ സാറും സിനിമ എടുക്കുന്നത് ഒരേ ക്യാമറ വെച്ചിട്ടാണ്. പക്ഷേ ഒരു ഫ്രെയിം നമ്മൾ സ്റ്റില്ലടിച്ച് വെച്ചിട്ട് പോസ് ചെയ്ത് വെച്ചിട്ട് ഇത് ആരുടെയാന്ന് പറഞ്ഞ് നമ്മൾ പറയും ഇത് സത്യനന്ദിക്കാടിൻ്റെയാണ്, ഇത് ഫാസിലിൻ്റെയാണ്, ഇത് അമൽ നീരദിൻ്റെയാണ്. പറ്റില്ലേ? അതാ സംവിധായകൻ്റെ കയ്യൊപ്പാണ്. അത്തരം ഒരു കയ്യൊപ്പ് ഉണ്ടാക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. സോ നമ്മളെ വെച്ചിട്ടുള്ള എല്ലാ ട്രോളുകളും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ആ ഇത്രയും സംവിധായകരോട് ഇല്ലേ, ആ 10 പേരിൽ ഞാനും കൂടെ പെട്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. അങ്ങനെ മാത്രമേ എന്നെ കാണുന്നുള്ളൂ. എക്സാക്ട്ലി. ഇപ്പോൾ ചാവേറിന് ശേഷമാണ് തലവൻ ആയിട്ട് വരുന്നത്. ഇപ്പോൾ 3ാമത്തെ പ്രൊഡക്ഷൻ വെഞ്ചറുമാണ്. അപ്പം ചാവേർ അറിയാം ഒരുപാട്
ഇറങ്ങിയതിന് ശേഷം ഒരുപാട് കോൺട്രവേഴ്സീസിലൂടെ കടന്നുപോയും തിയേറ്ററിലെ ആ ഒരു സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരിക, പക്ഷെ അതിനുശേഷം കണ്ട പലരും അത്രയും നെഗറ്റീവ് കമൻറ്റ്സ് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ പടത്തിന്, അങ്ങനെയൊക്കെ ചർച്ച ചെയ്യപ്പെട്ട പടമാണ്. അപ്പോൾ ആ ചാവേറിന് ശേഷം പ്രൊഡ്യൂസറായിട്ട് തലവനെത്തുന്ന സമയത്ത് ലൈക്ക് എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുത്തിരുന്നോ, അല്ലെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് കുറച്ച് ചേഞ്ച് ചെയ്തിരുന്നോ ചാവേറ്? ചാവേർ റിലീസ് ആവുന്നതിന് മുമ്പ് ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റിലീസിംഗ് സ്റ്റേജിൽ അപ്പോൾ ഒരു വിഷയമില്ല. അല്ല, നമ്മളിപ്പം സ്റ്റിൽ ഐ ഫീൽ നമ്മൾ വളരെ ജെന്യുവനായിട്ട് വളരെ ഓണസ്റ്റ് ആയിട്ട് എടുത്തൊരു എഫേർട്ടാണ്. എല്ലാ സിനിമയ്ക്കും പുറകിലും അതുണ്ട്. നമ്മൾ മാത്രമല്ല, എല്ലാ സിനിമകളും ചെയ്യുമ്പോഴും ആ എഫേർട്ട് ഉണ്ട്. അപ്പം അത് പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ചില പ്രേക്ഷകർക്ക് അത് വർക്ക്ഔട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അംഗീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് നമ്മുടെ ഒരു ടീം വർക്കിൻ്റെ ഫലത്തിലിറങ്ങുന്നതാണ് സിനിമ. അപ്പം നമ്മൾ ആ ടീം വർക്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ആ സിനിമയിലേക്ക് വരുന്നത്. അപ്പം ഞങ്ങൾ 4 പേരും ആ കഥ ഇഷ്ടപ്പെട്ട് സ്ക്രിപ്റ്റ് വായിച്ച് എല്ലാത്തിനു ശേഷമാണ് സിനിമ ചെയ്യുന്നത്. അപ്പോൾ ആ കൺവിക്ഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ്. സിനിമ വിജയമോ പരാജയമോ എന്നുള്ളത് കൊണ്ട് അത് മാറുന്നില്ല. സിനിമ തിയേറ്ററിൽ വർക്ക്ഔട്ട് ആവുന്നില്ല എന്നുള്ളതുകൊണ്ട് അയ്യോ എനിക്കിത് അന്ന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, അന്ന് ഇഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള അവസ്ഥയില്ലല്ലോ. ആ കൺവിക്ഷനിൽ തന്നെയാണ് ഇപ്പോഴും നമ്മളത് ആ ഡ്രൈവിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇപ്പം ആസിഫ് അലി ഇപ്പോൾ ഒരുവിധം മലയാളത്തിൽ മാത്രമല്ല മറ്റ് ആക്ടേഴ്സും എല്ലാവരും പല ലാംഗ്വേജസിൽ പോയിട്ട് അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സമയത്ത് ഈ പാൻ ഇന്ത്യൻ ടൈറ്റിൽ ഭയങ്കരമായിരുന്നു. ഇപ്പം അതല്ലാതെ തന്നെ ഒരുപാട് കൊളാബറേഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പം മമ്മൂട്ടിയുടെ പടത്തിൽ രാജ്ബി ഷെട്ടി ഇങ്ങോട്ട് വരുന്നതും അത്ര നടക്കുന്നുണ്ട്. അപ്പോൾ ആസിഫ് അലി മറ്റ് ലാംഗ്വേജസിലും ഇൻഡസ്ട്രിയിലേക്കൊക്കെ അങ്ങോട്ട് പോകാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന പലതും ഇവിടെ ഡേറ്റ് കിട്ടുന്നില്ല, ഇനി അങ്ങോട്ട് പോയിട്ട് അല്ല, എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹമുണ്ട്. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞു, എനിക്ക് ഈ അന്യഭാഷയിൽ നിന്ന് ഇതുപോലെ ഓഫേഴ്സ് വന്ന സമയത്ത് അതിനേക്കാൾ നല്ല സിനിമകൾ ഞാൻ മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല സിനിമകൾ എനിക്ക് മലയാളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സംഭവിക്കാതിരുന്നത്. പക്ഷെ തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട്, ഉടനെ തന്നെ അത് സംഭവിക്കും. എന്തെങ്കിലും പ്രോജക്ട്സ് ഒക്കെ ചർച്ചകളിൽ എപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് പല പ്രൊജക്ട്സുകൾ സംസാരിച്ചിരിക്കുന്നുണ്ട്. ലാസ്റ്റ് മിനിറ്റ് ചിലപ്പോൾ ഞാൻ മാറും, അല്ലെങ്കിൽ എന്നെ മാറ്റും. അങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. തമിഴൊക്കെയാണ്, ലൈക്ക് സൗത്ത് ഇന്ത്യൻ ആണോ അതോ ബോളിവുഡ്? അയ്യോ, നടക്കുമ്പോൾ പറയാം. ബിഷോണ്ട് ഇപ്പം മുരുകദോസിന്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മുൻപും സിനിമകള് മറ്റു ലാംഗ്വേജസിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരുപാട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു പ്രതീക്ഷകളൊക്കെ നിങ്ങളെ പോലെ തന്നെ ഞാനും വലിയ പ്രതീക്ഷയിലാണ്. കാരണം മുരുകദോസിന്റെ ഒരു ഫിലിം ചെയ്യാന്നുള്ളത് നമുക്കൊരു വലിയ കാര്യമാണ്. വലിയൊരു ബാനർ ഇതിലാണ്, വലിയ സ്കെയിലാണ് ചെയ്യുന്നത്. ശിവകാർത്തികേയൻ അദ്ദേഹത്തിന്റെ കൂടെ വരുന്നത്. ഓക്കെ, ഇപ്പൊ ലിറിസിസ്റ്റ് ആയിട്ടും കൂടെ ചില പടങ്ങൾ ചെയ്ത് എനിക്ക് ഭയങ്കര ഡയറക്ട് ചെയ്ത സിനിമകളിലെ പാട്ടുകളെല്ലാം അദ്ദേഹം എഴുതുന്നത്. വിജയ് സൂപ്പർ മെറ്റീരിയൽറ്റി ആണ്. അപ്പൊ അതിനകത്ത് ഒരെണ്ണത്തിന്റെ ഒരു പ്രോസസ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രചണ്ഡനം ഉണ്ടല്ലോ. അതിന്റെ ശരിക്കും നിങ്ങൾ ഗ്ലോസറി ഒക്കെ വെച്ചിട്ടാണോ ആ ഒരു പാട്ട് എഴുതുന്നത്? ലൈക്ക് മലയാള ശബ്ദധാരാവലി വെച്ചിട്ടാണോ പാട്ട് എഴുതുന്നത്? ശബ്ദധാരാവലിയുള്ള ഒരു വാക്കൊക്കെ അറിയായിരുന്നോ? അങ്ങനത്തെ വാക്ക് ശബ്ദധാരാവലി ഇല്ലല്ലോ, ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയ വാക്കുകൾ. ചുമ്മാ തമാശക്ക് നമ്മൾ കളിയാക്കാൻ വേണ്ടി പറയുന്ന പോലത്തെ വാക്കുകൾ വെച്ചിട്ട് ധർമ്മജന്റെ ക്യാരക്ടർ പാടുന്ന ഒരു പാട്ടല്ലേ. അപ്പൊ ആ രീതിയിലുള്ള ഒരു പെട്ടെന്നുണ്ടാക്കിയ ഒരു പാട്ട് ദീപക് ദീപമായിട്ട്. ഇപ്പോൾ OTT റിലീസുകളും അല്ലെങ്കിൽ മുൻപ് OTT നേരിട്ട് റിലീസ് ചെയ്യുന്നതായിരുന്നു. ഇപ്പം അതല്ലാതെ സിനിമകൾ ഇത്ര ദിവസത്തിന് ശേഷം OTT റിലീസ് ചെയ്യുന്നത് സംബന്ധിച്ചിട്ട് കാര്യങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് ഇപ്പം 28 days എന്നുള്ളൊരു ബാർ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സിനിമാക്കാരെന്നുള്ള നിലയ്ക്ക് ലൈക്ക് പല ഫീൽഡ് കൈകാര്യം ചെയ്യുന്നവർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ഒരു കൺവിക്ഷൻ എന്താണ് അതിനകത്ത്? ലൈക്ക് OTT നമ്മളൊരു പടം കൊടുക്കുമ്പം ഈ തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിട്ട് ഓടുന്ന ഒരു സിനിമയാണെങ്കിൽ അതിൻ്റെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതുണ്ടെന്നാണോ? എന്താണ് പ്രൊഡ്യൂസറിന് തന്നെ ആദ്യം പറയാം. ഇല്ല, ഇതെന്താ അറിയോ, ഞാനിത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നമ്മളിവിടെ വലിയ സിനിമകൾ തിയേറ്ററിൽ വർക്ക്ഔട്ട് ആവുന്ന തരത്തിലുള്ള വലിയ സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം അത്തരം വലിയ സിനിമകൾ പുൾ ഓഫ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അത്തരം സപ്പോർട്ടുകൾ നമുക്ക് ഉണ്ടായേ പറ്റുള്ളൂ. നമുക്കിപ്പം നമ്മളിവിടെ ഇന്ത്യയിൽ കഴിഞ്ഞ 5 മാസത്തിനിടയ്ക്ക് ഇറങ്ങിയ ഏറ്റവും വലിയ ഹിറ്റുകളെല്ലാം മലയാളത്തിൽ നിന്നാണ്. അപ്പം നിങ്ങൾ ഉദ്ദേശിച്ച സിനിമ ആവേശമായിരിക്കാം. തീർച്ചയായിട്ടും ആവേശം വലിയ ബഡ്ജറ്റിൽ വന്നൊരു സിനിമയാണ്. ആ സിനിമ പുൾ ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ടോട്ടാലിറ്റി വെച്ചിട്ടൊരു OTT പ്ലാറ്റ്ഫോം നമ്മളോട് ഈ രീതിയിൽ സൈൻ ചെയ്യാൻ തയ്യാറാവുമെന്ന് ചോദിക്കുന്നു. നമുക്കത് പുൾ ഓഫ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടായാലേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ ആ എഫേർട്ട് തിയേറ്ററിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പം അതിന് അങ്ങനെ ഒരു സപ്പോർട്ട് നമ്മൾ എടുക്കുന്നു.
അതല്ലാതെ നമുക്ക് അങ്ങനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല മലയാളത്തിൽ നിന്ന്. അപ്പം നമ്മൾ ആ ദിവസത്തിനുള്ളിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാകുമ്പോൾ നമ്മൾ കാണുക എന്നുള്ളൊരു പോയിന്റാണ് അവിടെ നിൽക്കുന്നത്. അല്ലാതെ അതിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് സിനിമ മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല. പണ്ട് കാലത്ത് സാറ്റലൈറ്റ് ഉണ്ടായിരുന്നു, ആ സമയത്തും ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അവർ തരുന്ന ഒരു എമൗണ്ട് ഉണ്ട്, അത് നമ്മളെ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. നമ്മൾ സിനിമ നന്നാക്കാനും അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും തന്നെയാണ് ആ പണം ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം സപ്പോർട്ടുകൾ ഇല്ലാതെ നമുക്ക് സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഒരുപാട് കോമ്പിനേഷൻ സീൻസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ, അപ്പോൾ പലതരത്തിലുള്ളത്. അപ്പം ഡയറക്ടർ ഒരു നിർദ്ദേശം തരുന്നു, പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ട് നിങ്ങളൊരു ക്രിയേറ്റീവ് ഡിസ്കഷനൊക്കെ നടത്തുന്നുണ്ടാവില്ല ഇപ്പോൾ ഈ സീനിന് മുൻപ്. ലൈക്ക് അങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് നിങ്ങളൊരു ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സീനിനെ പറ്റിയിട്ടോ അധികം റിവീലിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ? നിങ്ങൾ തമ്മിലുള്ള ഒരു ക്രിയേറ്റീവ് ഡിസ്കഷൻ, ഒരു ആൾ ഡയറക്ടർ ഒരു സീൻ പറയുന്നു, അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും അത് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഞങ്ങൾ മാറിയിരുന്ന് വർക്കൗട്ട് ചെയ്യലൊന്നുമില്ല, ഞങ്ങളെല്ലാവരും ചേർന്നിരുന്ന് തന്നെയാണ്. ഡയറക്ടർ സീൻ പറഞ്ഞിട്ട് പോവുമല്ലോ, ഡയറക്ടറോടെ നിന്ന് ഇങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് കണ്ട് കാര്യങ്ങൾ നമ്മൾ അതിനിപ്പം ഇങ്ങനെയായിരിക്കും ഇതാണ് കംഫർട്ടബിൾ നോക്കിയിട്ട് ഞങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യാൻ. ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി ഒരു ഗ്രൂപ്പ് എഫേർട്ട് എപ്പോഴും ഉണ്ടാവും. ഇപ്പം നമ്മളിപ്പം നാളെ രാവിലെ ഷൂട്ട് ചെയ്യാൻ പോകുന്നതിനെ പറ്റി ഇന്ന് ഷൂട്ട് കഴിഞ്ഞ് വന്ന് രാത്രി നമ്മളിരുന്ന് സംസാരിക്കാറുണ്ട്. ഇപ്പം ഈ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ഒരാൾ ഇംപ്രവൈസ് ചെയ്യുവാണെങ്കിൽ അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് ചിലപ്പം നമുക്ക് ഒന്നും കൂടെ പോയാൽ ചേട്ടന് അല്ലെങ്കിൽ ചേട്ടൻ ചെയ്തതിന് എനിക്ക് ഇങ്ങനെ ഒരു കൗണ്ടർ പറയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് എഫേർട്ട് എപ്പോഴും ഉണ്ടാകും. അത് ഒരിക്കലും എനിക്ക് തോന്നുന്നത് ഈ ആക്ടേഴ്സ് മാത്രമായിട്ട് എടുക്കുന്ന തീരുമാനമോ എഫേർട്ടോ ഒന്നുമല്ല, അത് ഒരു ഗ്രൂപ്പായിട്ട് തന്നെ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ തലവൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ആസിഫ് അലിയുടെ മറ്റൊരു ചിത്രം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ടിക്കി ടാക്കി ആയിരിക്കും. ഇപ്പം അതിനൊരു ഒരുപാട് ഫൈറ്റും ഒക്കെയുള്ള ഒരു സിനിമയാണെന്നാണ് നമുക്ക് ഇതുവരെയുള്ളൊരു അറിവ് അതിനെ പറ്റിയിട്ട്. അപ്പം ആസിഫ് അലിയും അങ്ങനെ ഇപ്പോൾ നമ്മൾ റീഇൻട്രൊഡ്യൂസിങ് ഫാഫയൊക്കെ ഉണ്ടായിരുന്നല്ലോ ബേസിൽ, അതേപോലെ ആസിഫ് അലീനെ ഒരു ലൈക്ക് അങ്ങനെ ഒരു മാസ് ഹീറോ പരിവേഷത്തിൽ, ഈവൻ ഇപ്പം മാസിൻ്റെ മീനിങ് ഒക്കെ ഒരുപാട് മാറി, സോ ബട്ട് സ്റ്റിൽ അപ്പം അങ്ങനത്തെ ഒരു ഇതിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ചിത്രമായിരിക്കും ടിക്കറ്റൊക്കെ. എന്താണ് ആസിഫിൻ്റെ പ്രതീക്ഷകൾ? ടിക്കറ്റൊക്കെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ജോണറിലുള്ള ഒരു സിനിമയാണ്. ഒരു ത്രൂ ഔട്ട് ആക്ഷൻ, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കണം എന്ന് തന്നെ പ്രതീക്ഷിച്ച് ഞാൻ ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇപ്പം എൻ്റെ ഒരു KGF എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സിനിമയാണ്. അല്ല, അത് അത്ര ബഡ്ജറ്റും അത്രയും സ്ട്രെസ്സും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. അതിപ്പോൾ നമ്മൾ ചാർട്ട് ചെയ്തിട്ടുള്ളത് തന്നെ ഏകദേശം 160 days ആണ് സിനിമയുടെ ഷൂട്ടിങ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ക്വാർട്ടറിൽ തന്നെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റുകയും ഷൂട്ട് ബ്രേക്ക് ആവുകയും ചെയ്തു. അപ്പോൾ അത്രയും ഫിസിക്കൽ എഫേർട്ട് ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ അത് എല്ലാ സിനിമയ്ക്കും കൊടുക്കുന്ന പോലെ തന്നെ എൻ്റെ ബെസ്റ്റ് ആ സിനിമയ്ക്ക് കൊടുക്കണം. പക്ഷേ ഞാൻ ഇതുവരെ കൊടുത്തതിനേക്കാൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ അത് ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുന്നു. ഇപ്പോൾ ജിസ്റ്റോയ് ഒരു സമയം വരെ നമ്മൾ കുറച്ച് ഫീൽ ഗുഡ് സിനിമകൾ കണ്ടു, അതിനുശേഷം നമ്മൾ ഇന്നലെ വരെയിൽ അങ്ങനത്തെ ഒരു ട്രാക്ക് മാറിയത് കണ്ടു. തലവനും ആ രീതിക്കുള്ളൊരു ക്രൈം അന്വേഷണം അല്ലെങ്കിൽ അതിൻ്റെ അങ്ങനത്തെ ഒരു സംഭവമായിരിക്കുന്നത് കണ്ടു. ഇനി അടുത്തതും വരാനിരിക്കുന്നതോ അല്ലെങ്കിൽ മനസ്സിലുള്ള കഥകളൊക്കെ ഇങ്ങനത്തെ ആണോ? പിന്നെ ഇത് വളരെ ബോധപൂർവമായിട്ടുള്ള ഡിസിഷൻ ആയിരുന്നോ ഇന്നലെ വരെയിലുള്ളത്? എൻ്റെ ഈ ഒരു ബ്രാൻഡ് ഇമേജ് ഓക്കെ, യു ഗോട്ട് ആൻ ഐഡന്റിറ്റി, അങ്ങനെയുള്ളത് ഇനി മാറ്റണം എന്നുള്ളത്? അങ്ങനെയല്ല, എല്ലാത്തരം സിനിമകളും പരീക്ഷിക്കണം, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള. ഞാൻ എൻജോയ് ചെയ്യുന്ന പടങ്ങൾ, ഈ ഹൊറർ ഞാൻ ജീവിതത്തിൽ എൻജോയ് ചെയ്തിട്ടില്ല. കണ്ടിട്ടുണ്ട്, പക്ഷെ എൻജോയ് ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്ന പരിപാടിയല്ല. പേടി എന്ന് പറയും. അതെ, അപ്പൊ അതുപോലത്തെ പരിപാടികൾ നമ്മൾ എൻജോയ് ചെയ്യാത്ത ഒരു സിനിമയും ട്രൈ ചെയ്യാൻ തോന്നിയിട്ടില്ല. അല്ല, നമ്മൾ എൻജോയ് ചെയ്യുന്ന ഫോർമുലുള്ള പടങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ്, ഡെലിബറേറ്റ്ലി അല്ല, വന്നു ചേർന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് ബാഹുബലിയാണ്. അങ്ങനത്തെ സിനിമകളും ഇപ്പൊ മൈൻഡിലുണ്ടോ? ഇല്ല, ഒരിക്കലും എന്റെ മനസ്സിൽ ഇപ്പൊ നിലവിൽ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. എനിക്ക് എപ്പോഴും കൊച്ചു സിനിമകൾ ചെയ്യണം, ആൾക്കാരെ 1 to 1 കണക്ട് ചെയ്യുന്ന പടങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെയാണ് ആഗ്രഹം. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഒരു പുതിയൊരു ഓണർ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ഓണർ അല്ലെങ്കിൽ വേഷങ്ങൾ അങ്ങനത്തെ ഒക്കെ എന്തായിരിക്കും? അല്ല, പുതിയത് ഡെഫിനറ്റ്ലി എപ്പോഴും പുതിയത് ട്രൈ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഒരു പ്രത്യേക കാറ്റഗറിയിൽ ലോക്കായി പോകരുത് എന്നുള്ളതുകൊണ്ട്. ഇന്നത് ചെയ്യണം എന്നൊന്നുമില്ല, കേൾക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ ഇത് കൊള്ളാം, ഇത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള സ്ക്രിപ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. എങ്ങനെയാണ്? അതൊക്കെ തന്നെ. അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതുള്ള സബ്ജക്റ്റ് വരണം, നമുക്ക് വരുന്നതിനെ പറ്റി ചൂസ് ചെയ്യണം.
വേറെ എന്തെങ്കിലും ഫീൽഡ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണമെന്നുണ്ടോ? അത്ര ബോറടിച്ചോ? അങ്ങനെയല്ല, ഇഷ്ടമാണ് ബിജുമേനോൻ, ഭയങ്കര ഇഷ്ടമാണ്. അതല്ല, ഇപ്പം പാർട്ട്ണറൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ സിനിമയിൽ, അങ്ങനത്തെ ഒരു, അല്ലെങ്കിൽ ഡയറക്ഷൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഡയറക്ഷനും റൈറ്റിങ്ങിലേക്കൊക്കെയാണ് പൊതുവെ ആക്ടേഴ്സ് പിന്നീട് തിരിഞ്ഞ് കാണാറുള്ളത്. അങ്ങനെ എന്തെങ്കിലും പ്ലാനൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഒരുപാട് പേരുണ്ടല്ലോ. എനിക്ക് ഉറപ്പായിട്ടും ആഗ്രഹമുണ്ട്. എനിക്ക് എല്ലാ മേഖലയും കാണണം എന്നൊരാഗ്രഹമുണ്ട്. സിനിമ നന്നായിട്ട് കൂടുതൽ അടുത്തറിയണം എന്നുണ്ട്. അതൊരു ദിവസം സംഭവിക്കും, പക്ഷെ എപ്പോഴാണെന്നൊന്നും എനിക്കറിയില്ല. ഇത് തന്നെയാണോ ഉത്തരം? വേറെ എന്തെങ്കിലും? അല്ല, എനിക്ക് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. എനിക്ക് ഒരുപാട് അറിയാലോ. 30 വർഷമായി. എന്തെങ്കിലും ഉപദേശമൊക്കെ കൊടുത്തിരുന്നു ഒരു മറ്റേ യങ് ആക്ടർ എന്നുള്ള നിലയ്ക്ക്? ഞാൻ 30 വർഷമൊക്കെ കരിയറിൽ കടന്നുപോയതാണ്, ഇനി നിന്റെ മുമ്പിലുള്ള വഴികൾ. ആസിഫേട്ടനാണോ? ഓക്കെ, ഈ സിനിമയിലെ ഇപ്പം ടെക്നീഷ്യൻസിനെ കൂടെ ഒരുപാട് ശ്രദ്ധിക്കപ്പെടുന്നൊക്കെ ഒരു സംഭവം ദീപക് ദേവ് തന്നെ ഉണ്ട്. ഇപ്പൊ ഈ സിനിമയുടെ ഒരു ടെക്നിക്കൽ സൈഡിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് എന്താണ് പറയാൻ? ദീപക് ദേവ് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും ദീപക് ദേവ് തന്നെയാണ്. പിന്നെ 2 പാട്ടുണ്ട്, ഒരു പാട്ട് ബിജുചേട്ടനാണ് പാടിയിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ അതേപോലെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ശരൺ വേലായുധനാണ് ഏറ്റവും മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ശരണിൻ്റെ സിനിമാറ്റോഗ്രാഫി. പിന്നെ ആർട്ട് ഡയറക്ഷൻ ജൻവാങ്ങാട്, അങ്ങനെ എല്ലാം നല്ല ടെക്നീഷ്യൻസ് ആണ് വർക്ക് ചെയ്തിരിക്കുന്നത്. രംഗനാഥ് രവിയാണ് സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ജിഷാദാണ് കോസ്റ്റ്യൂം. അങ്ങനെ എല്ലാം നല്ല നല്ല ആൾക്കാരാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. പാട്ടൊരു 2 വരെങ്ങാനും പറ്റും? അവിടെ തന്നെ പാടുപെട്ടാ പാടും. അത് ഉടനെ പുറത്തു വിടുന്നതായിരിക്കും. 30 വർഷം പ്രമാണിച്ച് നമ്മൾ ഉടനെ ഓക്കെ, പുഷ്പ 2 ജിസ്ജോയ് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമ. ശരിക്കും നമ്മൾ ഈ പ്രൊമോഷൻ അല്ലു അർജുനെയും കൂടെ വിളിക്കണം. ഒരു കസേര അല്ലു അർജുൻ. സത്യം പറഞ്ഞ പുള്ളി നമ്മുടെ പടം പ്രൊമോട്ട് ചെയ്തതാണ് അല്ലേ? ജിസ്ജോയുടെ സിനിമകൾ അല്ലു അർജുൻ എന്തായാലും പ്രൊമോട്ട് ചെയ്യുന്നതാണ് നമുക്ക് പറയാനുള്ളത്. അതെ, ജൂലൈയിലാണ് ഡബിങ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും സമയം തലവനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതെങ്കിലും തലവനെ പറ്റി ട്രെയിലറിലും ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിലും പറഞ്ഞതല്ലാതെ ആളുകൾ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം, തിയേറ്ററിൽ എത്തുന്നതിന് മുൻപ് അറിയണം എന്ന് നിങ്ങൾക്ക് 4 പേർക്കുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? ഫൈനൽ ഒരു മെസ്സേജ് പ്രേക്ഷകർക്ക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈഗോ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് പോരുത്. അങ്ങനെ ഒരു സിനിമയ്ക്ക് ബിജുചേട്ടൻ ഡേറ്റ് തരില്ല. ഉടനീളം ഈഗോ വെച്ചിട്ടുള്ള ഒരു പടം അയ്യപ്പനും കോശിയും ചെയ്തതാണ്. സോ അങ്ങനെ സിനിമയായിട്ട് നമ്മൾ ബിജുചേട്ടൻ അപ്രോച്ച് പോലും ചെയ്യില്ല. സോ ഈഗോ പ്രതീക്ഷിച്ചുകൊണ്ട് സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കരുത്. ഇത് മറ്റൊരു കഥയാണ്. കുറ്റാന്വേഷണ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത സിനിമയാണ്. അത്തരം സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അരുൺ നാരായണ പ്രൊഡക്ഷൻസ് അതിനുവേണ്ടി പൈസ മുടക്കിയിരിക്കുന്നത്. സോ ഞങ്ങൾ എല്ലാവരും ഇത്രയും വലിയ ക്രൂ 65 ദിവസം മറ്റൊരു നാട്ടിൽ പോയി ക്യാമ്പ് ചെയ്ത് ഈ സ്ക്രിപ്റ്റിലുള്ള വിശ്വാസം കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അത് ശരിയോ തെറ്റോ എന്ന് പറയേണ്ടത് ആത്യന്തികമായി പ്രേക്ഷകനാണ്. മെയ് 24 വരെ ഇത് ഞങ്ങളുടെ മാത്രമായിട്ടുള്ളൂ. ബാക്കി 24 മുതൽ നമ്മുടെ എല്ലാവരുടെയാണ്. സോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരോടുകൂടി പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓപ്പണായിട്ട് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. ഉറപ്പായിട്ടും കൈവിടരുത്, അനുഗ്രഹിക്കണം. വളരെ ഒബ്വിയസ് ആയിട്ട് പുതിയൊരു തട്ടകത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ഈ ജോണറിലേക്ക് ഞാൻ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ബാലാരിഷ്ടതകളുണ്ടെങ്കിൽ സവിനയം പൊറുക്കുക, പ്രോത്സാഹിപ്പിക്കുക. അല്ല, ഇത് ടർബോന്റെ ഒപ്പാണ് ഇറങ്ങുന്നത്. പിന്നെ ഈ മലയാളത്തിലെ ബാക്ക് ടു ബാക്ക് കോടി ക്ലബ്ബുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ 2 ഫാക്ടേഴ്സിനെ പറ്റി നിങ്ങൾ പ്രസ് മീറ്റിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അതൊരു എക്സ്ട്രാ പ്രഷർ ആവുന്നുണ്ടോ? നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്യാതെ ഇരുന്നത് കൊണ്ട്? ടർബോന്റെ അരുൺ നാരായണന്റെ ആദ്യത്തെ 100 കോടി പടം ആവട്ടെ. അല്ല, അതത്രേ ഉള്ളൂ. അതിനേക്കാളും വലിയ പ്രതീക്ഷ മമ്മൂക്ക, എൻ്റെ ജീവിതത്തിൽ മമ്മൂക്കയും മോഹൻലാൽ സാറും ഒക്കെ സഹായിച്ചിട്ടേ ഉള്ളൂ. സോ നമ്മളെ ഉപദ്രവിക്കുന്നത് ഒന്നും അവർ ചെയ്തിട്ടില്ല. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന സിനിമകളിലൂടെയും ഒക്കെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന നല്ല കാര്യങ്ങൾ മാത്രം ഇതുവരെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച്. അപ്പോൾ ഇതും ആ സിനിമ വൻ വിജയമാകട്ടെ. അതിനൊപ്പം പറ്റിയില്ലെങ്കിൽ പോലും അതിൻ്റെ സൈഡിലൂടെയെങ്കിലും ഞങ്ങളെയും കൂടെ പ്രോത്സാഹിപ്പിക്കണം, അതേ പറയാനുള്ളൂ. അത് വലിയ ലെജൻഡറി ആക്ടറുടെ പടമാണ് ടർബോ എന്ന് പറയുന്നത്. അത്രയേറെ ഒരു പരസ്യമില്ലെങ്കിലും അതിനൊരു ഓഡിയൻസുണ്ട്. അപ്പോൾ ആ സിനിമയെ വിജയിപ്പിക്കണം, അതിനൊപ്പം ഞങ്ങളുടെ സിനിമയും കൂടെ പരിഗണിക്കണം. That's it. താങ്ക് യു.